പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അന്ധകാരൻ നാഴിയിൽ തള്ളിയിട്ടിട്ട് നിങ്ങൾ എവിടെ പോയിരിക്കായിരുന്നു? ബോംബെയിലെ ഒരു പന്ന നക്ഷത്ര ഹോട്ടലിൽ പണമുണ്ടാക്കാനായി കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു ഞാൻ. ഒരു നാൾ അവിടെ കള്ളക്കടത്ത് നടത്താനെത്തിയ ജോസ് പ്രകാശ് ഷിയേഡിയാണെന്ന് തെറ്റിദ്ധരിച്ച് എന്നെ ക്രൂരമായി മർദ്ദിച്ചു. എന്നിട്ടവർ എന്നെ ഒരു മുതലക്കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ജീവിതം മുതലമാന്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ നീ മാത്രമായിരുന്നു. ഇന്നും മുതല കടിച്ചു കീറാത്ത ഒന്നു മാത്രമേ എന്റെ ശരീരത്തിൽ ബാക്കിയുള്ളൂ. എന്റെ ഹൃദയം. ഈ മുതല കടിച്ച ശരീരത്തിൽ വരണമാല്യം ചാർത്താൻ നീ ഒരുക്കമാണോ ത്രേസ്യ കുട്ടി? മുതലമാന്തിയാലും പേപ്പട്ടി കടിച്ചാലും എനിക്ക് എന്റെ ചേട്ടൻ മാത്രം മതി. എന്റെ ത്രേസ്യ കുട്ടി. അങ്ങെന്താണ് മിണ്ടാതിരിക്കുന്നത്? അങ്ങേക്കുമില്ലേ പറയാൻ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അത്ര വലുതല്ലെങ്കിലും ഒരു നീണ്ട ഫ്ലാഷ് ബാക്ക്. ധാരാവിയിലേക്ക് പോയ ഞാൻ ചെന്നപ്പെട്ടത് ഒരു സിംഹത്തിന്റെ മടിയിലായിരുന്നു. ഉസ്താദ് സ്മോളടി ഖാൻ സാധനം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. മദ്യപാനത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ച ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വെച്ചുകൊടുത്തു. നിർബാലി രാഗത്തിൽ ഒരു വാൾ. എന്റെ തള്ളക്കി വിളിച്ച അവന്റെ വായിൽ ഒരു പിടി മണ്ണ് വാരിയിട്ടുകൊണ്ട് ഞാൻ പടിയിറങ്ങി. പിന്നീട് അങ്ങോട്ടൊരു ഓട്ടമായിരുന്നു. ഷാപ്പുകളും ബാറുകളും തേടിയുള്ള ഓട്ടം. അതിനിടെ ഞാൻ അറിഞ്ഞു നീ കല്യാണം കഴിച്ച് ബീഹാറിൽ സുഖമായി കഴിയുന്നു എന്ന്. അങ്ങനെയാണ് ഈ വൃത്തികെട്ടവൻ എന്നെ അറിയിച്ചത്. പല സൈസിലുള്ള ഐസ് ക്യൂബുകളും പലതരം ബ്രാൻഡുകളും തലവുമാടി ഈ ശരീരത്തിൽ ഭരണമാല്യം ചാർത്താൻ നിനക്ക് മനസ്സുണ്ടോ മറിയാമേ? ഉണ്ട് ചേട്ടാ. ഒരിക്കലും അസ്തമിക്കാത്ത പ്രണയത്തിന്റെ തേച്ചോളിയിലിടയ്ക്കിടയ്ക്ക് എന്നെ ഒഴിച്ച് ഞാൻ കാത്തിരുന്നത് അങ്ങേക്ക് വേണ്ടി മാത്രമായിരുന്നു. അങ്ങേക്ക് വേണ്ടി മാത്രം. അളിയന്മാരെ, എന്നോട് ക്ഷമിക്കും. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ ഇവർത്തിയിട്ടവർ കഴിഞ്ഞില്ല. മൂന്നാനെ, എന്തോ ഈ സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ എന്റെ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഇനിയുള്ള നാളുകൾ സന്തോഷത്തിൻ്റെതാണ്. നമുക്ക് കാണാം, പാടാം, വാടാമേ. തിരിച്ചിട്ടും മരിച്ചിട്ടും കുണിച്ചിട്ടും ഹരിച്ചിട്ടും